ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ കെയറും ഹെയർ കെയറുമാണ് അല്ലേ? ഇവിടെ ഞാൻ ഈ ചെടിക്കിടയിൽ ഇരിക്കുന്ന കാരണം കുറച്ച് മസ്കിറ്റോസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാച്ചുറൽ മസ്കിറ്റോയുടെ സാധനങ്ങൾ പുകയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് പുക കാണാൻ പറ്റും. സോ ഒന്നും വിചാരിക്കില്ല, നമ്മൾ പുകയ്ക്കുന്ന വേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്കിൻ കെയറിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമുണ്ട്, അതാണ് കാസ്റ്റർ ഓയിൽ. എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും കാസ്റ്റർ ഓയിൽ മുഖത്ത് തേച്ചാൽ മുടി വരില്ലേ, കാസ്റ്റർ ഓയിൽ തേച്ചാൽ കറുത്തു പോവില്ലേ എന്നൊക്കെയാണ്. ആക്ച്വലി അങ്ങനല്ല. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളായ എല്ലാത്തിലും തന്നെ, അതായത് മോയ്സ്ചറൈസർ ആവട്ടെ, സൺസ്ക്രീൻ ആവട്ടെ, എല്ലാ കോസ്മെറ്റിക്സിലും തന്നെ, എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിലും തന്നെ കാസ്റ്റർ ഓയിൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഓക്കെ, എല്ലാത്തിലും കാസ്റ്റർ ഓയിൽ ഉണ്ട്. അപ്പോൾ സൗന്ദര്യവർദ്ധനത്തിൻ്റെ, സ്കിൻ കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്, എക്സ്പെഷ്യലി ആൻറ്റി ഏജിങ്ങിൽ. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും നമ്മളുടെ സ്കിന്നിന് യുവത്വം തരാനായിട്ട് വളരെയധികം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ. കാസ്റ്റർ ഓയിൽ അടങ്ങിയിരിക്കുന്ന കീ ഇൻഗ്രീഡിയൻസ്, അതായത് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിന് കുറച്ച് പേരുകളൊക്കെയാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. എന്തൊക്കെയാണ് അതിന് അടങ്ങിയിരിക്കുന്ന, അല്ലെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെല്ലാം തന്നെ നമ്മുടെ മുഖത്തിലേക്കുള്ള കൊളാജൻ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കാനും, നമ്മളുടെ ഫേസിലുണ്ടാകുന്ന സ്കാർസ് അല്ലെങ്കിൽ വരകൾ, ചെറിയ ചെറിയ റിങ്കിൾസ് വരുമ്പോൾ തന്നെ യൂസ് ചെയ്താൽ പിന്നെ റിങ്കിൾസേ വരില്ല. റിങ്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ റിങ്കിൾസ് റെഡ്യൂസ് ആകുന്നത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് ഒരു 7 ദിവസത്തിൽ കാണാൻ പറ്റും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാസ്റ്റർ ഓയിൽ വെച്ചിട്ടൊരു 3 ഫേസ് പാക്ക് നോക്കാം. ഇത് 3ഉം നിങ്ങൾക്ക് ഏതാണ് യോജിക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളൊരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ അതിശയിക്കും ഇത് നിങ്ങളാണോ എന്നുള്ളത്. ഫസ്റ്റ് അതിനുവേണ്ടി എന്താണ് വേണ്ടത്? നമ്മൾക്കൊരു ടേക്ക് ഓഫ് ആണ് വേണ്ടത്. വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കും. ഇന്ന് ഈ ഫേസ് പാക്കുകളെല്ലാം തന്നെ ഞാൻ ഫേസിലിട്ട് കാണിക്കാം. ചിലപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഇത് അഴുക്കാകുമായിരിക്കും, ബട്ട് ഡോണ്ട് മൈൻഡ്, ഞാൻ ഇട്ട് കാണിക്കാം. 3 ഫേസ് പാക്കും ഉണ്ടാക്കി ഞാൻ ഇട്ട് കാണിക്കാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഫേസിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് 7 ദിവസത്തിനുള്ളിൽ. പിന്നെ വേറൊരു കാര്യം പറയണം, കാസ്റ്റർ ഓയിൽ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. കാസ്റ്റർ ഓയിലിനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മറ്റുള്ള ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ ഭയങ്കര ഗ്രീസി ആയിരിക്കും. വാഷ് ചെയ്താലും പോവില്ല, ക്ലോഗ് ആകാൻ ചാൻസ് ഉണ്ട്, ഓപ്പൺ പോസ് ഒക്കെ, പിമ്പിൾസ് വരുന്നതൊക്കെ അങ്ങനെയാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കാസ്റ്റർ ഓയിൽ ഒഴിക്കരുത്. ഞാൻ ഇന്ന് കാസ്റ്റർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ കൂടെയാണ് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൽ ഇഷ്ടംപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 9 ഓയിൽസ് അടങ്ങിയിട്ടുള്ളത് കാരണം കാസ്റ്റർ ഓയിൽ കൂടെ ചേർക്കുമ്പോൾ നമ്മളുടെ ഫേസിനത് വളരെ നന്നാവും. ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിക്കുകയാണ്, നിങ്ങളിത് ഇങ്ങനെയൊന്നും ഒഴിക്കരുത്. ആ ഫില്ലറൊക്കെ എടുത്ത് കുറച്ചൊഴിച്ചാൽ മതി. ഞാനൊരു ഏകദേശം ഒരു 5-6 ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. ഇത്ര മതിയാകും കേട്ടോ. കാസ്റ്റർ ഓയിൽ നിങ്ങൾ ഒഴിച്ചോളാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് 1 കിലോ 2 കിലോ ഒന്നും എടുത്തൊഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ വേറൊരു രജിസ്റ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഓയിൽ, സ്കിൻ കെയറിൻ്റെ ഓയിൽസ് എല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വാങ്ങുന്ന 1/2 ലിറ്റർ 1 ലിറ്റർ അങ്ങനെ ചിന്തിക്കരുത്. നമ്മളിത് 30 ml 50 ml 100 ml ഒക്കെ കുറേ നാളത്തേക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡെയിലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈസായിട്ട് ആലോചിച്ച് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്ന അലുവേറ ജെല്ലാണ്. അലുവേറ ജെൽ നമ്മളുടെ ഹോം മെയ്ഡ് അലുവേറ ജെല്ലാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ സ്റ്റോറിലുള്ള അലുവേറ ജെൽ. ഇതാണ് ഞാൻ ഇന്ന് ചേർക്കാൻ പോകുന്നത്. കാണാൻ പറ്റുന്നില്ലേ? സോ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫേസ് പാക്ക് ഇങ്ങനെയാണ് ഇരിക്കുക. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വണ്ടർഫുൾ റിസൾട്ട് തരുന്ന ഒന്നാണിത്. നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ വളരെ നല്ലതാണ്. എനിക്കതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ ഇഷ്ടമാണ്.
സോ ഇത് നമ്മളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. റിങ്കിൾസ് വരാതിരിക്കാനും റിങ്കിൾസ് ഉണ്ടെങ്കിൽ പോകാനും ഒക്കെയാണ്. ആരോ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, എനിക്ക് ഒന്നിനും തോന്നുന്നില്ല, ഓൾറെഡി എനിക്ക് റിങ്കിൾസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സ് മടുത്തു. അങ്ങനെയല്ല, നമ്മൾ ഇത്ര നാളും ഒന്നും ചെയ്യാതിരുന്നു, ഇനിയെങ്കിലും ചെയ്യുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുന്നത് നമ്മുടെ സൗന്ദര്യം കാണാനായിരിക്കരുത്, എങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അതായത് നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് നടന്നു വേണം പോകാനല്ലേ. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അമ്പലത്തിൽ എത്തുമോ? ഇല്ല. അപ്പോൾ ഈ മുഖം നമ്മളുടെ അമ്പലമാണെന്നും നമ്മളുടെ ടെമ്പിൾ ആണെന്നും ആ ടെമ്പിളിൻ്റെ ഓണർ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ സോളാണെന്നും ആ സോൾ ഒരു ബ്യൂട്ടിഫുൾ സോളാണെന്നും ഒക്കെ മനസ്സിലാക്കി ആ സോളിനെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക, ആ സോളിന് സമാധാനം കിട്ടുന്ന പോലെ ജീവിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ ഫേസിലിട്ടിട്ട് നിങ്ങൾക്ക്, ഇതൊരു വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫേസിലിട്ടിട്ട് 20 to 25 മിനിറ്റ്സ് നിങ്ങൾക്ക് വെച്ചിട്ടിരിക്കാവുന്നതാണ്. കുറച്ച് മുടിയിലായാലും ഒരു കുഴപ്പമില്ല, മുടിക്കും കൂടെ വളരെ നല്ലതാണ്. ഒരുപാട് പേര് എൻ്റെ ഏജ് ചോദിച്ചിരുന്നു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു, പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണും. എപ്പോഴും എൻ്റെ വയസ്സ് പറയുന്നത് എൻ്റെ ആയുസ്സിന് നല്ലല്ലെന്ന് എൻ്റെ അമ്മ പറയും. ഏജിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മളുടെ മനസ്സും നമ്മളുടെ ചിന്താഗതികളും നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെ കറക്റ്റ് ചെയ്യുന്നതൊക്കെയാണ് നമ്മളുടെ വയസ്സിനെ ഞാൻ കഴുത്തിലോട്ട് ഇടുന്നില്ല, കാരണം എൻ്റെ ഷർട്ട് ചീത്തയാകും. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ടാണ്. എനിക്ക് ഡെനിം കൈൻഡ് ഓഫ് ഷർട്ട്സിനോടൊക്കെ ഭയങ്കര ഒബ്സഷനാണ്. സോ ഇതിങ്ങനെ ഇട്ട് 25 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് ടിഷ്യൂ ഇട്ട് പതുക്കെ തുടച്ചിട്ടും വാഷ് ചെയ്യാം. ഇപ്പം തണുപ്പായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുക. എന്നിട്ട് ചെറിയ ലൂക്ക് വാം വാട്ടർ എന്ന് വെച്ചാൽ വളരെ മൈൽഡായിട്ടുള്ളൊരു വാട്ടറിൽ കഴുകുക. നിങ്ങൾക്ക് ഒരിക്കലും വയസ്സാവില്ല, നിത്യ യൗവനമായിരിക്കും നിങ്ങളിങ്ങനെ ഈ കാസ്റ്റർ ഓയിലിൻ്റെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ. കാസ്റ്റർ ഓയിൽ അത്രയ്ക്കും എങ്ങനെയൊക്കെ പറഞ്ഞാലും മതിയാകില്ല, അത്രയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിലുള്ള എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും അണ്ടർ ഐ സർക്കിളിന് ഉപയോഗിക്കുന്ന ക്രീമിലിരുന്ന് നമ്മളുടെ മോയ്സ്ചറൈസർ ആവട്ടെ, സൺസ്ക്രീൻ ആവട്ടെ, ഫെയർനെസ് പാക്ക് ആവട്ടെ, നമ്മുടെ എന്തൊക്കെ ആവട്ടെ, നമ്മളുടെ എല്ലാത്തിലും തന്നെ കാസ്റ്റർ ഓയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത പാക്കിലേക്ക് പോകാം. അടുത്ത ഫേസ് പാക്കിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് പൗഡറാണ്. സ്കിൻ ബ്രൈറ്റനിങ് പൗഡറിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ്. ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്. ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. ഇതിലേക്ക് വീണ്ടും നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ കാസ്റ്റർ ഓയിലാണ്. 4-5 തുള്ളി മതിയാവും. നമുക്ക് മിക്സ് ചെയ്യാം. ഫേസ് ബ്രൈറ്റനിങ് പാക്കാണ്. ഞാൻ കുറച്ച് റോസ് വാട്ടർ കൂടുതൽ ഒഴിച്ചു. നിങ്ങൾക്ക് റോസ് വാട്ടർ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. റോസ് വാട്ടർ ഒഴിക്കുന്നത് കാരണമുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ടയർഡ്നെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസത്തെ വർക്ക് കാരണം, അല്ലെങ്കിൽ ഒരു ഡൾ ഫേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഞാൻ കുറച്ച് തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ആക്കിയിരിക്കുന്നത്. തിക്ക് വാട്ടർ, ഓക്കെ, കുറച്ച് റോസ് വാട്ടർ കൂടുതൽ ഒഴിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് വാഷ് ചെയ്തു, രണ്ടാമത്തെ ഫേസ് പാക്ക്. ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഫേസ് പാക്കിലേക്ക് പോകാം. അതിന് വേണ്ടതും കാസ്റ്റർ ഓയിൽ തന്നെയാണ്. കാസ്റ്റർ ഓയിലും ഹണിയുമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് അത്രയ്ക്കും നല്ല ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. രണ്ടും തന്നെ നമ്മളുടെ ഫേസിന് ഗ്ലോ തരികയും ഫേസിലെ ടയർഡ്നെസ്സിനെ മാറ്റുകയും ഡാർക്ക് സ്പോട്ടിനെ മാറ്റുകയും, ഈ പാക്കുകളെല്ലാം തന്നെ ഡാർക്ക് സ്പോട്ടിനെ മാറ്റുകയും സ്കിന്നിൻ്റെ ഡബിൾ ബ്രൈറ്റനിങ് ആക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും നമ്മളുടെ
നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ് പൗഡറും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. എൻ്റെ ഫേസിലുള്ള ഇടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു റെഡിഷ് ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നല്ല സട്ടിലായിട്ടുള്ള എൻ്റെ റിയൽ ആയിട്ടുള്ള കളർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മുടെ ആൻറ്റി റിങ്കിൾ, ആൻറ്റി ഏജിങ്, സ്കിൻ ഗ്ലോയിങ് ഫേസ് പാക്കിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന കാസ്റ്റർ ഓയിലാണ്. ഒരു 5-6 ഡ്രോപ്പ് ഓഫ് കാസ്റ്റർ ഓയിൽ അത്ര മതിയാവും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹണി ഒഴിക്കാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂൺ ഹണി മാത്രം മതിയാവും. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പുവരുത്തുക ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യൂ എന്നുള്ളത്. ഫേസ് പാക്ക് ഒക്കെ എപ്പോഴും മേലോട്ടുള്ള ഡയറക്ഷനിൽ ഇട്ടാൽ നല്ലതാണ്. സ്മൂത്ത് ബ്രഷ് ആയതുകൊണ്ട് എപ്പോഴും ഒരു സ്മൂത്ത്, മറ്റേ ഞാൻ മുന്നേ കാണിച്ച സ്റ്റാപ്പുല സിലിക്കോൺ ആണ് കേട്ടോ, അല്ലാതെ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കില്ലേ. ഞാൻ അതിൻ്റെ ലിങ്ക് വേണേൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ഇതുപോലത്തെ ബ്രഷുകളുടെയും. അപ്പോൾ നമ്മുടെ ഫേസിന് ഫേസ് പാക്ക് ഇട്ടിട്ട് സംസാരിക്കാൻ പാടില്ല. ഞാൻ കറക്റ്റ് പ്രോഡക്റ്റ് എടുത്തിട്ടുള്ളൂ, വേസ്റ്റ് ആക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് 3 ഇട്ട് കാണിച്ചു. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, നല്ല പ്ലംപി ആയിട്ടുണ്ട്. നമ്മൾ ഫേസ് പാക്കുകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഫേസിൽ ഒരു ഗ്ലോ വരില്ലേ, ആ ഗ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരമായിട്ട് ഫേസ് പാക്കുകളൊക്കെ ഇടണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ കാസ്റ്റർ ഓയിലും നമ്മളുടെ സൗന്ദര്യകാന്തി ഓയിലും അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ് പൗഡറും ഒക്കെ തന്നെ ഇതിന് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പോൾ സ്കിൻ കെയർ എന്നില്ല, ജീവിതത്തിൽ എന്ത് ചെയ്താൽ തന്നെ അതിനെയൊക്കെ ഇതൊക്കെ ശരിയാവുമോ, നമ്മളിപ്പോൾ പോയി ഒരാളോടൊരു കാര്യം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടുന്ന് ഒരു നോ ആയിരിക്കും വരുന്നത്. അതങ്ങനെ ചെയ്യാൻ പോകണോ, അത് ശരിയാവുമോ, അത് കറക്റ്റ് ആവുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ സമയത്ത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നൊക്കെ റെഡി ആവുമോ, ഇതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെയൊക്കെ എന്താ ചെയ്യണ്ടേ, നമ്മൾ വിചാരിക്കുക നമ്മളുടെ മനസ്സും നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ മനസ്സൊരു ഗാർഡനാണെന്ന് വിചാരിക്കുക, ഒരു പൂന്തോട്ടമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനകത്ത് നിൽക്കുകയാണ്, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മളുടെ ആ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങൾ. ഓക്കെ, നമ്മളുടെ ചിന്തകളാണ് ചെടികളൊക്കെ. അപ്പം നമ്മളുടെ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂത്തുലയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് വെള്ളം ഒഴിക്കണം. വേറെ ആരും വന്ന് വെള്ളം ഒഴിച്ചാലും ആ ചെടി പൂക്കില്ല, അല്ലേ? നമ്മൾ തന്നെ ചെയ്യണം. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് എപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ കുറേ കാര്യങ്ങൾ, ചെറിയ 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 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ചുറ്റും നോക്കിയാൽ അറിയാം, ഇവിടെ കുറേ ചെടികളുണ്ട്. ഇങ്ങനെ ചുറ്റും ഞാൻ ക്യാമറ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ചെടികൾ. ഇത് ഒരു 11th ഫ്ലോറിൻ്റെ ബാൽക്കണിയാണെന്ന് ആലോചിക്കണം. ഇവിടെ ഞാൻ കിട്ടിയ സ്ഥലത്തൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എനിക്കൊരു 3 ബാൽക്കണി ഉണ്ട്. ആ 3 ബാൽക്കണി ഫുള്ളും ചെടികളാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ചെടികളും കുറേ പ്രതിമകളും അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഇതിനെ റെഡിയാക്കുന്നത്. ഇതൊക്കെയും ഞാൻ ഈ വീട്ടിൽ ഫുൾ ടൈം ഇരുന്ന് ഇത് കാണുമോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഞാൻ വരുമ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് ടയേർഡായിരിക്കുന്ന സമയത്തും ഒരു എനർജി കിട്ടുന്നത് ഈ ചെടികളൊക്കെ. എന്നെ സംബന്ധിച്ചോളം ചെടികൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേറെ എന്താണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളുടെ മനസ്സിലുള്ള ഒരു ഗ്ലോ ഉണ്ട്, അതായത് ഇപ്പോൾ ഒക്കെ പറയുന്ന പോലെ ഒരു ഫയർ ഉണ്ട്, അതിനെ ഗ്ലോ എന്നും പറയാം. ആ ഗ്ലോയിനെ നല്ല ഗ്ലോയിങ് ആക്കി നമ്മുടെ ഫേസിലേക്ക് എത്തിക്കണം. നമ്മളെ ഇപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കമൻറ്റിനകത്തൂടെയും ചോദിക്കുന്നുണ്ട്, മാഡത്തിൻ്റെ ഏജ് പറയൂ പ്ലീസ്, വയസ്സ് പറയൂ പ്ലീസ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 45+ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? സോ 45+ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഏജാണ്, ആൻറ്റി ഏജിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ ഏജാണ്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് കെയർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് സ്കിന്ന് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾക്ക് ലൈഫിനെ പലതരത്തിലും സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മളുടെ ഓപ്പോസിറ്റുള്ള നമ്മളുടെ നെയ്ബർ, നമ്മളോട് സന്തോഷമായിട്ട് സ്നേഹിച്ച് സംസാരിക്കുന്ന നെയ്ബർ പോലും
ചിലപ്പോൾ ചിന്തിക്കും എത്ര പ്രായമായി, പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് കൊണ്ട് നടക്കുന്നത് എന്നവർ ചിന്തിച്ചിട്ട് കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മളോട് വന്ന് ചോദിക്കും എന്താണ് ചെയ്യുന്നത്, എനിക്കും കൂടെ പറഞ്ഞു തരൂ. അങ്ങനെ നിങ്ങളോട് ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നിടത്താണ് നിങ്ങളുടെ സക്സസ്. നമ്മൾക്കുള്ള കഴിവുകളെ ഒക്കെ തന്നെ ആൾക്കാർ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ്, അല്ലെ അവർ അംഗീകരിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കംപ്ലീറ്റ് സന്തോഷിക്കാൻ പറ്റുക. കാരണം നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് എപ്പോഴും ശരികളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ വായും നമ്മുടെ ബ്രെയിനും നമ്മളുടെ ഫേസും ഒക്കെ കള്ളം പറയും, കണ്ണുകൾ കള്ളം പറയും, അല്ലേ? പക്ഷെ ഒരിക്കലും നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് ഒരിക്കലും കള്ളം പറയില്ല. അത് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ട് അവിടെ എല്ലാ സത്യങ്ങളും കാണും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. നമ്മുടെ സ്കിൻ നമ്മൾക്ക് ഇഷ്ടമാകുമ്പോഴാണ് അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഭംഗിയുള്ള നമ്മളുടെ വേർഷനെ നമ്മൾക്ക് കിട്ടും. നമ്മളിലുള്ള നിന്നിലെ നിന്നെ എന്ന് പറയുന്ന പോലെ നമ്മളിലെ നമ്മളെ നമ്മൾക്ക് ഭംഗിയായിട്ട് കിട്ടുന്ന. സംശയത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ശരിയാകാൻ പോകുന്നില്ല. കാരണം സ്കിൻ കെയർ, ഹെയർ കെയർ മാത്രമല്ല, ഒരു കുക്കിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ആവട്ടെ, എല്ലാ പ്രവൃത്തികളുടെയും ബിഹൈൻഡിലിരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയാണോ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ടുള്ള സ്കിൻ കെയർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിന്നെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം. ഓക്കെ, പിഗ്മെൻറ്റേഷൻ ആവട്ടെ, ഡോട്ട്സ് ആവട്ടെ, ഫൈൻ ലൈൻസ് ആവട്ടെ, റിങ്കിൾസ് ആവട്ടെ, എന്തൊക്കെ തന്നെയാവട്ടെ അടിപൊളിയാക്കി എടുക്കാം. ഇനി ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ട് മീൻസ് ഞങ്ങളുടെ ഗാങ്ങിലെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ചോദിച്ചു, മാം ഈ ഒരു പ്രായത്തിലും ഇത്ര കെയർ എടുത്ത് സ്കിന്ന് ചെയ്യുന്നു, ഒരുപാട് ജോലികൾ ഒരേ സമയത്ത് ചെയ്യുന്നു, കോളേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ചെയ്യുന്നു, ഇത്രയൊക്കെ ഓടി നടന്ന് ഈ പ്രായത്തിൽ സമ്പാദിക്കണമെന്ന് എങ്ങനെയാണ് തോന്നുന്നതെന്ന്. ഇത് സമ്പാദിക്കണമെന്ന് തോന്നുന്നതല്ല. ഞാൻ എൻ്റെ ഡേയ്സിനെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഭംഗിയായിട്ടും ക്രാവ് ചെയ്ത് പോകുന്നതാണ്. അല്ലാതെ ഒരു നെഗറ്റീവായിട്ട് നമ്മളുടെ പൂന്തോട്ടത്തിലുള്ള കളകളാണ് ഈ നെഗറ്റീവൊക്കെ പറിച്ചു കളയുക. ചില ആൾക്കാർ നമുക്ക് നെഗറ്റീവ് വരും, ടോക്സിക് ആയിട്ടുള്ള ഫോൺ കോൾസ് വരും. ഫോൺ കോൾസിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും. ഒരു ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്യും, അടുത്ത ദിവസം വേറൊരാളെ സപ്പോർട്ട് ചെയ്യും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരാളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് മനസ്സിലാവില്ല വാട്ട്സ് ഹാപ്പനിങ്. നമ്മുടെ 2 കാതിലൂടെ പുക വരും, അല്ലേ? പുക വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഞാൻ ഇത്ര നാൾ ഒരു പ്രഷർ കുക്കറിനകത്താണല്ലോ ഇരുന്നതെന്ന്. അപ്പം തന്നെ എവിടെ നിന്ന് പുറത്തു വരിക, ഓൺ ദ സ്പോട്ട്. കുറച്ച് ക്രൂവലാണെന്നും ഒക്കെ ആൾക്കാർ പറഞ്ഞു തന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെന്നോ ആയിക്കോട്ടെ. അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളുടെ മനസ്സ് നമ്മളുടെ ശരീരത്തിനകത്തും, നമ്മളുടെ മുഖം നമ്മുടെ കയ്യിലും, നമ്മളുടെ ലൈഫ് നമ്മുടെ കയ്യിലുമാണ്. അവർക്കത് ശരിയാക്കി തരാൻ പറ്റുമോ? നമ്മളുടെ മനസ്സിൽ കയറിയെന്ന് മനസ്സമാധാനം തരാൻ അവർക്ക് പറ്റുമോ? അത് നമ്മൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി എന്തും തന്നെ ചെയ്യാം. തെറ്റല്ലാത്ത എന്തും, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത എന്തും വിത്തിൻ ദ ലിമിറ്റ്സ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. നമുക്ക് കുറേ ലിമിറ്റ്സും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. സിവിക് സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കൊണ്ടായിരിക്കണം. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും തന്നെ ചെയ്യാം. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഇന്നാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞ് കമൻ്റ് ഇടാറുണ്ട്. അവർക്കൊക്കെയും എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നല്ല സ്നേഹത്തിൻ്റെ ഒരു ഹാർട്ട്. ഓക്കെ, സോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. നിങ്ങളെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.